ഓം ശാന്തി. ലവ്ഫുൾ മെഡിറ്റേഷനിൽ ഇന്ന് നമ്മൾ മുദ്രയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി 5 തത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പ്രകൃതിയുടെ ഭാഗമായ നമ്മുടെ ശരീരവും 5 തത്വങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ശരീരത്തിലെ 5 തത്വങ്ങളെയും സന്തുലിതമാക്കി വെക്കുന്നത്, ഊർജ പ്രവാഹത്തെ സന്തുലിതമാക്കി വെക്കുന്നതില് ഹസ്തമുദ്രകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലെ 5 വിരലുകൾ 5 തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഒന്നുകൂടി പരിചയപ്പെടുത്താം. നമ്മുടെ ഈ തള്ളവിരല് അല്ലെങ്കിൽ പെരുവിരൽ, തമ്പ്, ഇത് അഗ്നി തത്വമാണ്. ചൂണ്ടുവിരല് വായു തത്വത്തെ പ്രതിനിധീകരിക്കുന്നു. നടുവിരല് സ്പേസ് എലമെന്റിനെ, ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുകയാണ്. റിംഗ് ഫിംഗർ, മോതിര വിരല് ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ലാസ്റ്റ് സ്മോൾ ഫിംഗർ, ചെറുവിരല്, ഇത് ജലതത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ ഈ 5 തത്വങ്ങളില് ഈ 5 വിരലുകളെയും ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ യോജിപ്പിക്കുമ്പോൾ ശരീരത്തിലെ 5 തത്വങ്ങളെ ബാലൻസ് ചെയ്ത് വെക്കാനും അതിലൂടെ ശരീരത്തെ ആരോഗ്യശാലിയാക്കി വെക്കുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ലവ്ഫുൾ മെഡിറ്റേഷനിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപാൻ വായുമുദ്രയാണ്. അപാൻ വായുമുദ്ര എന്നാല് നമ്മുടെ അഗ്നി തത്വം, അതായത് പെരുവിരലിന്റെ അഗ്രഭാഗത്തേക്ക് ഇൻഡെക്സ് ഫിംഗർ, അതായത് ചൂണ്ടുവിരല്, അഗ്രഭാഗമല്ല കടയ്ക്കല്, റൂട്ട് ഭാഗത്തേക്ക് ഇൻഡെക്സ് ഫിംഗർ അഥവാ ചൂണ്ടുവിരല് യോജിപ്പിക്കുക. സ്പേസ് എലമെന്റും റിംഗ് ഫിംഗർ, അതായത് ആകാശ തത്വം, നടുവിരലും മോതിരവിരലും, അത് അഗ്നി തത്വത്തിന്റെ അഗ്രഭാഗത്തേക്ക് യോജിപ്പിക്കുക. സ്മോൾ ഫിംഗർ നേരെ വെക്കുക. ഇതാണ് അപാൻ വായുമുദ്ര. ഒന്നുകൂടി പറയാം. പെരുവിരലിന്റെ കടയ്ക്കൽ റൂട്ട് ഭാഗത്ത് ഇൻഡെക്സ് ഫിംഗർ വെക്കുക, ചൂണ്ടുവിരൽ വെക്കുക. മോതിര വിരലും നടുവിരലും ഇത് പെരുവിരലിന്റെ അഗ്രഭാഗത്തേക്ക് യോജിപ്പിച്ചു വെക്കുക. സ്മോൾ ഫിംഗർ നേരെ വെക്കുക. ഇപ്പൊ 2 കൈകളിലും അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പൊ ഇതാണ് അപാൻ വായുമുദ്ര എന്ന് പറയുന്നത്. ഈ മുദ്ര, അപാൻ വായുമുദ്ര, ഒരു ദിവസത്തില് 15 മുതൽ 20 മിനിറ്റ് വരെ, മാക്സിമം 30 മിനിറ്റ് വരെ നമുക്ക് അഭ്യസിക്കാം. ഈ അഭ്യാസം ചെയ്യുന്നതിലൂടെ, ഇങ്ങനെ ഒരു മുദ്ര അഭ്യസിക്കുന്നതിലൂടെ നമുക്ക് ഹാർട്ട് അറ്റാക്കിൽ നിന്ന് ഇൻസ്റ്റന്റ് റിലീഫ് കിട്ടും. ഒപ്പം തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. എല്ലാ കാർഡിയാക് ഡിസീസസിനും, ഹൃദ്രോഗങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു മുദ്രയുടെ ഈ മുദ്ര ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതോടൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലംസ്, ലങ്സ് സംബന്ധമായ പ്രോബ്ലംസ്, അതിനെയും മാറ്റിയെടുക്കാനായിട്ട് ഈ മുദ്ര നമ്മളെ സഹായിക്കുന്നു. ആസ്മ, ക്ഷയം മുതലായ രോഗങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഒപ്പം തന്നെ അസിഡിറ്റി എന്ന അസുഖത്തെ മാറ്റാനും ഈ മുദ്ര നമ്മളെ സഹായിക്കുക. ഇപ്പൊ ലവ്ഫുൾ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അപാൻ വായുമുദ്രയിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ലവ്ഫുൾ മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയഭാഗത്തെയും ശ്വാസകോശത്തെയുമാണ്. ഹൃദയത്തെയും ശ്വാസകോശത്തെയുമാണ്. അതില് സ്നേഹത്തിന്റെ ഊർജമാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത്. സ്നേഹത്തിന്റെ പ്രവാഹത്തിലൂടെയാണ് നമ്മുടെ ഹാർട്ടും ലങ്സും വളരെ ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ ഒരു ഫീലിങ്സിൽ എപ്പോഴും ഇരിക്കുക.
അതായത് ഞാൻ എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരും എന്നെയും സ്നേഹിക്കും. എൻ്റെ ഉള്ളില് ആരോടും വെറുപ്പോ വിദ്വേഷമോ പകയോ അങ്ങനെയുള്ള യാതൊരു നെഗറ്റീവ് ഊർജവും ഇല്ല. അഥവാ നമുക്ക് നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും അങ്ങനെയുള്ള വിരോധമോ വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാർട്ട് ഡിസീസിനും അതേപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കാരണമാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവൻ ദിവസവും എല്ലാ ദിവസവും ഈ ഒരു ഫീലിങ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവരും എന്നെയും സ്നേഹിക്കുന്നു. അപ്പൊ ഈ സ്നേഹത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് സ്വയം സ്നേഹസാഗരമായ സുപ്രീം എനർജിയായ ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ഈശ്വരനിൽ നിന്ന്, ആ സുപ്രീം പവറിൽ നിന്ന് സ്നേഹത്തിന്റെ അനുഭവം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ, സ്നേഹത്തിന്റെ അനുഭവം നമ്മൾ എടുക്കുമ്പോൾ മുഴുവൻ ദിവസവും ഈ ഒരു അനുഭവത്തിലിരിക്കാനും നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാകില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ തന്നെ സ്നേഹിക്കുന്നു, എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു, എല്ലാവരും എന്നെയും സ്നേഹിക്കുന്നു. ഈ ഒരു സ്നേഹത്തിന്റെ പ്രവാഹമാണ് ലവ്ഫുൾ മെഡിറ്റേഷനിൽ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അപാൻ വായുമുദ്രയിലിരുന്ന്, കാരണം അപാൻ വായുമുദ്ര ഇങ്ങനെ. അപ്പൊ ഈ മുദ്രയിലിരുന്ന് നമുക്ക് ലവ്ഫുൾ മെഡിറ്റേഷൻ അഭ്യസിക്കാം. രണ്ട് കാലുകളുടെയും മുകളിലായിട്ട് നമ്മുടെ കൈകൾ വെക്കുക, അപാൻ വായുമുദ്രയിൽ വെക്കുക. വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, എന്നാൽ വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ഇരിക്കുക. ശരീരത്തില് എവിടെയും ഒട്ടും ആയാസം കൂടാതെ, യാതൊരു പ്രഷറും ഇല്ലാതെ വളരെ ശാന്തമായിട്ടിരിക്കുക. അനുഭവം ചെയ്യാം, അനന്തമായ സാഗരത്തിന്റെ തീരത്ത് ആ ശാന്തിയുടെ, അനന്തതയുടെ, ശുദ്ധമായ വാതാവരണത്തിന്റെ അനുഭവം ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഈ അവസരത്തിൽ ബാഹ്യലോകത്തിൽ നിന്നുള്ള എന്റെ ശ്രദ്ധയെ സ്വയം എന്നിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. എന്റെ ഈ ശരീരത്തിനുള്ളിൽ മസ്തകത്തിലായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അതിസുന്ദരമായ, അതിദിവ്യമായ പ്രകാശജ്യോതിയെ, പ്രകാശ നക്ഷത്രത്തെ ഞാൻ കാണും. ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആണ് ഞാൻ. എന്നിൽ നിന്ന് സദാ ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ശക്തിയുടെയും പവിത്രതയുടെയും കിരണങ്ങൾ സദാ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വയം ഈ ഗുണങ്ങളുടെ സ്വരൂപമാണ്. ഞാൻ അനശ്വരമായ സത്യമായ ഒരു ചൈതന്യ ബിന്ദുവാണ്. എന്റെ സമ്പൂർണ്ണ ശ്രദ്ധയും ഇപ്പോൾ ഈ പ്രകാശ ബിന്ദുവിലാണ്.
പ്രകാശ ബിന്ദു ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുകയാണ്. തന്റെ ശരീരത്തെ ഒരു ട്രാൻസ്പെറന്റ് ബോഡിയായി കാണും. ഇതിനുള്ളിൽ 7 ഊർജ കേന്ദ്രങ്ങളെ ഞാൻ കാണുകയാണ്. സഹസ്രാര ചക്ര മുതൽ മൂലാധാര ചക്ര വരെ ഞാൻ കാണുന്നു. എന്റെ സഹസ്രാര ചക്ര നെറുകയുടെ ഭാഗത്ത് 1000 ഇതളുകളോട് കൂടി പൂർണ്ണമായും വിടർന്നു നിൽക്കുകയാണ്, തുറന്നിരിക്കുകയാണ്. എന്റെ മൂലാധാര ചക്രയാണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയി അടഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ സുപ്രീം പവറിൽ നിന്ന് സ്പിരിച്വൽ എനർജി, ആത്മീയ ഊർജത്തെ എന്നിലേക്ക് ആവാഹിക്കാൻ ആരംഭിക്കുന്നു. തന്റെ ശിരസ്സിന് മുകളിലായി സുപ്രീം പവറായ, സർവശക്തിവാനായ പരമാത്മാവിനെ ഞാൻ കാണുകയാണ്. അതിദിവ്യമായ തേജസ്വിയായ ഒരു പ്രകാശം. ആ പ്രകാശത്തിൽ നിന്ന് ശക്തിശാലി കിരണങ്ങൾ എന്റെ സഹസ്രാര ചക്രയിലേക്ക് പതിക്കുകയാണ്. സഹസ്രാര ചക്ര ഇപ്പോൾ പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. ശക്തിയുടെ ചുവന്ന കിരണങ്ങൾ സഹസ്രാര ചക്ര വഴി ആത്മാവിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് നേരെ മൂലാധാര ചക്രയിലെത്തുകയാണ്. എന്റെ മൂലാധാര ചക്ര ചാർജ് ആകാൻ തുടങ്ങുകയാണ്. ഊർജം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. 4 ഇതളുകളോട് കൂടിയ മൂലാധാര ചക്രം ശക്തമായി പ്രവർത്തിക്കുകയാണ്. ശക്തിയുടെ കിരണങ്ങൾ, ചുവന്ന പ്രകാശം എന്റെ ശരീരത്തിലുള്ള ഭൂമി തത്വത്തിലേക്ക്, എല്ലുകളിലേക്കും മസിൽസിലേക്കും നിറഞ്ഞ് സ്ട്രോങ് ആയി മാറുകയാണ്. ശക്തിയുടെ കിരണങ്ങൾ കൊണ്ട് എന്റെ ശരീരം ഇപ്പോൾ വളരെ ശക്തമായി, സ്ട്രോങ് ആയി മാറിയിരിക്കും. സുപ്രീം പവറിൽ നിന്ന് പവിത്രതയുടെ കിരണങ്ങൾ ഇപ്പോൾ സഹസ്രാര ചക്രയിലേക്ക് വരുന്നു. ഓറഞ്ച് നിറത്തിലുള്ള കിരണങ്ങൾ
സഹസ്രാര ചക്രയിലൂടെ ആത്മാവിൽ എത്തിച്ചേരുകയാണ്. ആത്മാവിൽ നിന്നും ഈ പ്രകാശം നേരെ സ്വാധിഷ്ഠാന ചക്രയിൽ എത്തുകയാണ്. സ്വാധിഷ്ഠാന ചക്ര ഊർജം കൊണ്ട് നിറയുകയാണ്. ആറിതളുകളോട് കൂടി ശക്തമായി കറങ്ങുകയാണ്. സ്വാധിഷ്ഠാന ചക്ര വഴി ശരീരത്തിലെ ജലതത്വം ശക്തമാകുന്നു, പ്യുവറാകുന്നു. എന്റെ ബ്ലഡ് മുഴുവൻ പ്യൂരിഫൈ ചെയ്യപ്പെടുകയാണ്. യൂറിനറി പ്രോബ്ലംസ് എല്ലാം പരിഹരിക്കപ്പെടുകയാണ്. സ്വാധിഷ്ഠാന ചക്ര ഇപ്പോൾ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ സുപ്രീം പവറിൽ നിന്ന് സുഖത്തിന്റെ കിരണങ്ങൾ സഹസ്രാര ചക്രയിൽ പതിച്ച് ആത്മാവിലേക്ക് നിറയുകയാണ്. ഗോൾഡൻ യെല്ലോ റേസ് ആത്മാവിൽ നിന്ന് നേരെ മണിപ്പൂരക ചക്രയിലെത്തുന്നു. മണിപ്പൂരക ചക്ര ചാർജ് ആവുകയാണ്. പൂർണമായും ഊർജസ്വലമാക്കുകയാണ്. മണിപ്പൂരക ചക്ര വഴി ശരീരത്തിലെ അഗ്നി തത്വം വളരെ ശക്തമാകും. മണിപ്പൂരക ചക്രയിലൂടെ എന്റെ ശരീരത്തിലെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലേക്ക് മുഴുവൻ ഗോൾഡൻ യെല്ലോ റേസ് എത്തിച്ചേരുകയാണ്. സുഖത്തിന്റെ കിരണങ്ങൾ എന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ശക്തമാക്കുകയാണ്, നിരോഗിയാക്കുകയാണ്. ഇപ്പോൾ വീണ്ടും സുപ്രീം പവറിൽ നിന്ന് സ്നേഹത്തിന്റെ കിരണങ്ങൾ സഹസ്രാര ചക്രയിൽ പതിക്കും. സഹസ്രാര ചക്രയിൽ നിന്ന് ഈ എനർജി നേരെ ആത്മാവിൽ എത്തിച്ചേരുകയാണ്. ആത്മാവിൽ നിന്ന് സ്നേഹത്തിന്റെ ഊർജ്ജം ഹൃദയഭാഗത്തുള്ള അനാഹത ചക്രയിലേക്ക് എത്തുകയാണ്. എന്റെ അനാഹത ചക്ര കംപ്ലീറ്റ് ആയി ചാർജ് ആവുകയാണ്. ഊർജസ്വലമാവുകയാണ്. എല്ലാ ബ്ലോക്കുകളും ഭസ്മമാവുകയാണ്. എനർജിയുടെ പ്രവാഹം എന്റെ അനാഹത ചക്രയെ പൂർണമായും ആക്റ്റീവ് ആക്കുന്നു. 12 ഇതളുകളോട് കൂടിയ അനാഹത ചക്ര അതിവേഗത്തിൽ കറങ്ങുകയാണ്. സ്നേഹത്തിന്റെ ഊർജം അനാഹത ചക്ര വഴി എന്റെ ഹാർട്ടിലേക്ക് എത്തിച്ചേരുകയാണ്.
നിസ്വാർത്ഥമായ പരിധിയില്ലാത്ത സ്നേഹത്തിന്റെ അനുഭവം ചെയ്യുന്ന ഞാൻ ഹൃദയം തുറന്ന് സർവരോടും സ്നേഹത്തിന്റെ അനുഭവം ചെയ്യുന്നു. എന്റെ ശ്വാസകോശത്തിലേക്കും സ്നേഹത്തിന്റെ ഊർജ്ജം എത്തിച്ചേരുകയാണ്. ശ്വാസകോശത്തെ ആരോഗ്യശാലിയാക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും ഇല്ലാതാവുകയാണ്. ഹാർട്ടും ലങ്സും വളരെ നല്ല രീതിയിൽ നിരോഗിയായി പ്രവർത്തിക്കുകയാണ്. ബ്ലഡ് പ്രഷർ നോർമൽ ആവുകയാണ്. അസിഡിറ്റി ഇല്ലാതാവുകയാണ്. ചെസ്റ്റ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും സ്നേഹത്തിന്റെ ഊർജപ്രവാഹത്താൽ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നു. അനാഹത ചക്ര ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. ഊർജം കൃത്യമായി എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നു. വീണ്ടും സുപ്രീം പവറിൽ നിന്ന് എനർജി സഹസ്രാര ചക്രയിലേക്ക് ഒഴുകുന്നു. ആത്മാവിൽ നിറയുന്ന സ്പിരിച്വൽ എനർജി നേരെ വിശുദ്ധി ചക്രയിൽ എത്തുകയാണ്. എന്റെ വിശുദ്ധി ചക്ര ഊർജം കൊണ്ട് നിറഞ്ഞ് കംപ്ലീറ്റ് ആയി പ്രവർത്തിക്കുകയാണ്. വീണ്ടും സുപ്രീം പവറിൽ നിന്ന് വരുന്ന സ്പിരിച്വൽ എനർജി സഹസ്രാര ചക്ര വഴി ആത്മാവിൽ എത്തിച്ചേരുന്നു. ആജ്ഞാചക്ര ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഊർജസ്വലമാകുകയാണ്. ശക്തമായി കറങ്ങുകയാണ്. ആജ്ഞാചക്ര വഴി എല്ലാ ഭാഗത്തേക്കും ഊർജമെത്തുന്നു. വീണ്ടും സുപ്രീം എനർജിയിൽ നിന്ന് അതിശക്തമായ ഊർജം സഹസ്രാര ചക്രയിൽ പതിക്കുന്നു. എന്റെ സഹസ്രാര ചക്രയും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. ഇപ്പോൾ എന്റെ ശരീരത്തിലെ എല്ലാ ഊർജ കേന്ദ്രങ്ങളും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്, ആക്റ്റീവാണ്. ഞാനിപ്പോൾ എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരോഗ്യശാലിയാണ് ഞാൻ. പവർഫുൾ ആണ് ഞാൻ. ഞാൻ ആത്മാ. ഓം ശാന്തി.